സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഒരു പാട്ട് പുറത്തിറക്കി അതിൽ സിഎമ്മിനെ പ്രകീർത്തിച്ചുള്ള പാട്ടെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു? വാർത്ത വന്നതല്ലേ, വാർത്തയിൽ വന്നാൽ പിന്നെ നമ്മളെ ശ്രദ്ധയിൽപ്പെടൂല്ലേ? അല്ല അത് ആരാന്നറിയില്ല, എനിക്കറിയില്ല ഏതാ. ഞാൻ ആ പാട്ടെന്താണെന്ന് കേട്ടില്ല. അല്ല ഇപ്പം വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശം പുകഴ്ത്തൽ വന്നാൽ തന്നെ അതിന് വല്ലാത്ത അസ്വാസ്ഥ്യം നിങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിന് എനിക്ക് സംശയമില്ല. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ടൊരു വലിയ കട്ടൗട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് സിഎം വരുന്നതിന്റെ സ്ഥലത്ത് ഇതേ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹൈക്കോടതി മേലത്ത് കർശനമായ നിലപാടെടുത്തു, കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു, ഫ്ലക്സുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ സമരങ്ങളുടെ നേതൃത്വത്തിൽ. അതിനിടയിലാണ് സിഎമ്മിന്റെ തന്നെ വലിയ കട്ടൗട്ടോടുകൂടി ഇതില് വ്യക്തമായ നിലപാട് സംസ്ഥാന സർക്കാരിനുണ്ട്. അത് ഇവിടെ ഫ്ലക്സ് വെച്ചോ ബോർഡ് വെച്ചോ എന്നുള്ളതല്ല. നമ്മുടെ കേരളത്തിൽ ഒരു പ്രചരണവും ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് കേരളത്തിനെത്താൻ കഴിയില്ല. സ്വാഭാവികമായുള്ള പ്രചരണങ്ങൾ വേണ്ടിവരും. വിവിധ പ്രചരണങ്ങൾ നമ്മുടെ പല പ്രദേശങ്ങളിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുമുണ്ട്. അതാകെ ഇല്ലാതാക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുന്നതല്ല. അതിൽ സർക്കാർ കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിയമവിധേയമായിരിക്കണം. നിയമവിധേയമായി മാത്രമേ കാര്യങ്ങൾ നടക്കാവൂ. ഇതിനകത്ത് ഫ്ലക്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവെ നേരത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അപ്പോൾ ഫ്ലക്സ് ഒഴിവാക്കുന്ന നില സ്വീകരിക്കണം. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് സംഘടനകൾ ധാരാളം പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെയൊന്നും ഒരു പ്രചരണവും കേരളത്തിൽ എവിടെയും പാടില്ല എന്നൊരു നിലപാട് ഈ സർക്കാരിന് ഏതായാലും സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷേ നിയമവിധേയമായിരിക്കണം. നിയമവിധേയമാകാൻ എന്താ മാർഗം? സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് അനുമതി നൽകേണ്ടത് തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ്. ആ തദ്ദേശഭരണ സ്ഥാപന അതിർത്തിയിൽ ഈ കാര്യങ്ങൾ നടത്തുന്നതിന്. അപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മുന്നിലേക്ക് ബന്ധപ്പെട്ട സംഘടനയോ ഏതാണോ ഇത് ചെയ്യുന്നത് അവർ അപേക്ഷിക്കണം. അപേക്ഷിച്ച് അനുമതി വാങ്ങണം. അതിനവർ നിശ്ചിത ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിൽ ഈടാക്കട്ടെ. അങ്ങനെ നിയമവിധേയമാക്കി കാര്യങ്ങൾ നടത്തണം എന്ന അഭിപ്രായമാണ് ഗവൺമെൻറ്റിന് ആ കാര്യത്തിലുള്ളത്. ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ തദ്ദേശഭരണ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. അത് കോടതിയുടെ നിർദ്ദേശങ്ങൾക്കെതിരല്ല, കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കുക. എന്നാൽ അങ്ങനെയാണെങ്കിൽ പാട്ടുണ്ടാക്കിയ ആൾ എൻ്റെ അടുത്ത് വരട്ടെ, ഇതുവരെ വന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെയൊരു കാര്യം വരുമ്പം തന്നെ ഈ സകലമാന കുറ്റങ്ങളും എൻ്റെ തലയിൽ ചാർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അങ്ങനെ ആളുകൾക്ക് വല്ലാത്ത വിഷമം സ്വാഭാവികമായിട്ടുണ്ടാവും. അതങ്ങനെയേ കാണേണ്ടതായിട്ടുള്ളൂ. എങ്ങനെ? അല്ല, നിങ്ങൾ കാണേണ്ടത് ഇതാണ്. ഈ പറയുന്ന തരത്തിലുള്ള വലിയ എതിർപ്പുകൾ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ഭാഗമല്ലാതെ ഒരാൾ എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടർ എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണത്. അതല്ലാതെ ഞങ്ങളാരും വ്യക്തിപൂജക്ക് നിന്നു കൊടുക്കുന്നയാളല്ല. വ്യക്തിപൂജയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആർക്കും നേടാനും കഴിയുന്നതല്ല. അതാണ് ഞങ്ങളുടെ പൊതു സമീപനം. പക്ഷേ മറ്റതാണ് അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് ഓർക്കണം.